നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് SSLC 2021, അതായത് ഈ വർഷം നടക്കുന്ന, അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ഫിസിക്സ് പരീക്ഷയുടെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ 95% നമുക്ക് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. പാഠഭാഗങ്ങൾ മാത്രമല്ല, ഉറപ്പുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഫിസിക്സിൻ്റെയാണ് നമ്മൾ തരുന്നത്. 95% ആക്യുറേറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ തരുന്നതെല്ലാം. ഇത് പഠിക്കാതെ ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളതല്ല. കാരണം അത്രയ്ക്കും ഉറപ്പാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് പറഞ്ഞ അതേ ചോദ്യങ്ങളെല്ലാം വന്നിരുന്നു. എന്തായാലും SSLC ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ പറ്റുന്ന കാൽക്കുലേഷൻ ഓഫ് ഹീറ്റ്. നമ്മൾ ഹീറ്റിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പുസ്തകത്തിലുണ്ട്. H=I²RT, അങ്ങനെ കുറേ ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ വെച്ച് നോക്കണം. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇത് കണക്ക് ചെയ്ത് നോക്കുക. പല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളത് എടുത്ത് അതിൻ്റെ കണക്കുകൾ ചെയ്ത് നോക്കുക. പല രീതിയിലാണ് വരുന്നത്. പുസ്തകത്തിലുള്ള 3-4 കണക്കുകൾ ചെയ്താൽ മാത്രം പോരാ ഹീറ്റിൻ്റെ ഈ ഒരു കണക്ക് കിട്ടാനായിട്ട്. ഹീറ്റിൻ്റെ കണക്ക് നമ്മൾ പഠിച്ചതിന് വിപരീതമായിട്ട് പല രീതിയിലും വ്യത്യസ്തമായിട്ടും നമ്മളെ കുഴക്കുന്ന രീതിയിലുമായിരിക്കും ചോദ്യങ്ങൾ SSLCക്ക് വരിക. ഡയറക്റ്റ് ടെക്സ്റ്റിൽ നിന്ന് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ടെക്സ്റ്റിലെ 3-4 കണക്കുകൾ പഠിച്ചതിന് ശേഷം ഒരു ബേസ് അതിനകത്ത് ഉണ്ടാക്കിയ ശേഷം ഇതേക്കൂട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഹീറ്റോട് ബന്ധപ്പെട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതായിരിക്കും. ഈ സ്ക്രീനിൽ മാറി മാറി പോകുന്ന ഈ ഓരോരോ സ്ലൈഡുകളും നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യനൊക്കെ എഴുതി നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ടെക്സ്റ്റിൽ മാത്രം നോക്കി ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം ക്വസ്റ്റ്യൻ എല്ലാം പല രീതിയിലായിരിക്കും നമ്മളോട് ചോദിക്കുക. കാൽക്കുലേഷൻ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തായാലും നോക്കി എഴുതി കണ്ടുപിടിച്ചിട്ട് പോവുക. ഇക്വേഷൻസ് പഠിക്കുക. ഈ കാൽക്കുലേഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന പാഠഭാഗം പുസ്തകത്തിൽ നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനം ശരിക്കും പഠിച്ചതിന് ശേഷം വേണം പോകാനായിട്ട്. കാരണം എങ്ങനെ വേണമെങ്കിലും ആ ചോദ്യം ചോദിക്കാവുന്നതാണ്. അതിപ്പോൾ ഇക്വേഷൻ മാത്രമായിട്ടോ 1 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ 3 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഹീറ്റ് ഉറപ്പ് ചോദ്യമാണ് അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക്. എന്തായാലും ഇത് പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ഹീറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ഇതിനകത്ത് VS VP എന്ന് പറഞ്ഞ് കാണുന്ന ആ ഒരു പാഠഭാഗം വൃത്തിയായിട്ടും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം ട്രാൻസ്ഫോമർ എന്നൊരു പാഠഭാഗം അത് അടിസ്ഥാനം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നോക്കി പഠിക്കണം. എന്തായാലും ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നല്ല ചോദ്യങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ആ ഒരു പാഠഭാഗം കൃത്യമായിട്ട് പുസ്തകത്തിൽ നോക്കി പഠിച്ചതിന് ശേഷം വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പാഠഭാഗമാണ് ട്രാൻസ്ഫോമറിൻ്റെ പാഠഭാഗം. കാരണം മുൻവർഷ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ട് തന്നെ പോവുക. സ്റ്റാർ കണക്ഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിൽ പോലും ഒന്ന് നോക്കുക, നല്ലതായിരിക്കും. കാരണം സ്റ്റാർ കണക്ഷൻ്റെ ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇനി വരാൻ സാധ്യതയുള്ള CNG LNG ഫോസിൽ ഫ്യൂവൽസ് അങ്ങനൊരു പാഠഭാഗമുണ്ട്. എന്തായാലും ഉറപ്പായിട്ടും ഉറപ്പ് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണിത്. CNGയും LNGയുമായിട്ട് ബന്ധപ്പെട്ട ഉറപ്പ് ചോദ്യങ്ങളുണ്ട് ഫിസിക്സിന്. അത് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഇതിൻ്റെ അടിസ്ഥാനം പഠിച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. ഇതിൻ്റെ പല രീതിയിൽ മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചോദ്യങ്ങൾ CNGയും LNG ഫോസിൽ ഫ്യൂലും ഹൈഡ്രജനും ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കണം. അടിസ്ഥാനം നോക്കിയിട്ട് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇതൊക്കെ മുൻവർഷ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ AC DC ജനറേറ്റർ, മോട്ടർ, അങ്ങനെ AC DC ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരുന്നതാണ്. ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് ഓർക്കണം. കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ AC DC അതിൻ്റെ ജനറേറ്റർ, മോട്ടർ ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാം. ഇങ്ങനത്തെ ഒരു ചിത്രം തന്നിട്ട് വരെ ചോദ്യങ്ങൾ ചോദിക്കാം. എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് എടുത്ത് എഴുതുക. DC മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരാം. ഇത് വരാതിരിക്കുകയില്ല. ഞാൻ ഈ പറഞ്ഞു പോകുന്ന ചോദ്യങ്ങളൊന്നും തന്നെ വരാതിരിക്കുന്ന ചോദ്യങ്ങളല്ല, ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങളാണ്. ഗ്രാഫ് തന്നിട്ടായാലും ചോദിക്കാം. AC-യുടെയും DC-യുടെയും സെല്ലിൻ്റെയും ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഗ്രാഫ് വെച്ചിട്ടായാലും ചോദ്യങ്ങൾ നമുക്ക് വരാം. ഇത് താഴെ കാണുന്ന ചോദ്യം റിപ്പീറ്റ് ചോദ്യം വന്നിട്ടുള്ളതാണ്. എന്തായാലും AC DC സെല്ല് അത് പഠിച്ചിരിക്കണം. പിന്നെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പാരലൽ കണക്ഷൻ, സീരീസ് കണക്ഷൻ ഉറപ്പായിട്ടും പഠിക്കേണ്ട ചോദ്യമാണ്. അതൊരു സർക്യൂട്ട് വന്നിട്ട് ഏത് ബൾബിനാണ് പ്രകാശ തീവ്രത കൂടുതൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉറപ്പായിട്ടും വരിക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോളം തിരിച്ചിട്ടുള്ള ചോദ്യങ്ങളും വരാം. എന്തായാലും കണക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ ഉറപ്പായിട്ടും പഠിക്കണം. നമ്മുടെ ഹൗസ് ഹോൾഡ് കണക്ഷൻ ഏതാണ് എന്നുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്.
എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളും നമുക്ക് SLC പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും മനോഹരമായ ചോദ്യങ്ങളാണ്. പല രീതിയിലായിരിക്കും സീരീസ് കണക്ഷൻ പാൽ കണക്ഷൻ തരുന്നത്. അതായത് ഇതുപോലൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അടിസ്ഥാനം പഠിച്ചതിന് ശേഷം മാത്രം ഇത് കൂട്ടുന്ന ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. പിന്നെ 3 പിൻ പ്ലഗ് സേഫ്റ്റി ഫ്യൂസ് ഉറപ്പ് ചോദ്യം എന്ന് തന്നെ പറയാൻ പറ്റും. 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാൻ പറ്റുന്ന 3 പിൻ പ്ലഗ് സേഫ്റ്റി ഫ്യൂസ് പറഞ്ഞ ചോദ്യങ്ങളും വരാം. ഇതില്ലാത്തൊരു ചോദ്യ പേപ്പർ ഇല്ല. എന്തായാലും 3 പിൻ പ്ലഗും സേഫ്റ്റി ഫ്യൂസും ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അതിൻ്റെ അടിസ്ഥാനം പഠിച്ചതിന് ശേഷം മാത്രം പരീക്ഷയ്ക്ക് പോവുക. ഇത് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. അടുത്തായിട്ട് പറയാൻ പറ്റുന്ന LED, റിന്യൂവബിൾ എനർജി, നോൺ റിന്യൂവബിൾ എനർജി, നാനോ ടെക്നോളജി, റേ പാസിംഗ് ത്രൂ പ്രിസം ആൻഡ് വാട്ടർ ഡ്രോപ്സ്, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. LED പറ്റിയും റിന്യൂവബിൾ എനർജി, നോൺ റിന്യൂവബിൾ എനർജി ഇതിനെപ്പറ്റിയൊക്കെ നോക്കണം. നാനോ ടെക്നോളജി വലിയ കുഴപ്പമില്ല, നോക്കിയാലും കുഴപ്പമില്ല. പക്ഷേ റേ പാസിംഗ് എന്താ പറയുന്നത്, ഒരു ലൈറ്റ് റേ പ്രിസത്തിൽ കൂടെയും വെള്ളത്തുള്ളിക്കകത്തൂടെയും ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അത് നോക്കണം. ടിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ തിളങ്ങുന്നതിൻ്റെ കാരണത്തെ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നോക്കാതെ പോലെ ഇനി ഫ്ലൂറസെൻ്റ് ലാമ്പ്, ബ്രൗൺ എനർജി, സോളാർ എനർജി, മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, പ്രൈമറി കളേഴ്സ്, പവർ ട്രാൻസ്മിഷൻ, റെയിൻബോ, ഡിസ്ചാർജ് ലാമ്പ്, ഗ്രീൻ എനർജി, ഇൻകാൻഡസൻ ലാമ്പ് നോക്കണം. ഫ്ലൂറസെൻ ലാമ്പ് ഇൻകാൻഡസൻ ലാമ്പും ഉറപ്പായിട്ടും വരും. അതുപോലെ തന്നെ ബ്രൗൺ എനർജിയും ഗ്രീൻ എനർജിയും ഉറപ്പായിട്ട് ചോദ്യമുണ്ട്. ഇനി എന്തായാലും വാട്ടോമീറ്റർ, ഗ്ലോബൽ വാർമിംഗ്, ഹീറ്റിംഗ് കോയിൽ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ക്രിട്ടിക്കൽ ആംഗിൾ, പല പടങ്ങൾ തന്നിട്ട് കണ്ടുപിടിക്കാൻ പറയും. ഫസ്റ്റ് എയ്ഡ് ആഫ്റ്റർ ഇലക്ട്രിക് ഷോക്ക്, വൈദ്യുതി ആഘാതമേറ്റതിന് ശേഷമുള്ള ഫസ്റ്റ് എയ്ഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിൻ്റെ നോക്കേണ്ടി വരും. റിഫ്രാക്ഷൻ പഠിക്കേണ്ടി വരും. സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കേണ്ടി വരും. പിന്നെ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളും പഠിക്കേണ്ടി വരും. ഇനി ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഉറപ്പായിട്ടും വരും. റേ ഡയഗ്രാം, കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രാം നമ്മൾ പഠിക്കേണ്ടി വരും. എന്തായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. SLC 2020 ഫിസിക്സിൽ ഉറപ്പായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം. ഈ ചോദ്യങ്ങൾ പഠിക്കാതെ ഒരു കാരണവശാലും SLCക്ക് പോകരുത്. കാരണം അത്രയ്ക്കും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. ഈ ചോദ്യം മിസ് ചെയ്യരുത്. SLC ഫിസിക്സിൻ്റെ എക്സാം എഴുതുന്ന തൊട്ട് മുമ്പെങ്കിലും ഇത്രയും ചോദ്യങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. ഇതിനപ്പുറം ഒരു ചോദ്യം വരാനില്ല. ഞാൻ ഇത്രയും പറഞ്ഞതിനകത്ത് 95% ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. A+ മേടിക്കാനായിട്ട് ഇത്തരം ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഒരെണ്ണം പോലും മിസ് ചെയ്യാൻ പാടില്ല. ഇനി കെമിസ്ട്രി, ബയോളജി, മാത്സ്, സോഷ്യൽ തുടങ്ങിയ എല്ലാ വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അത് പെയ്ഡ് വേർഷനാണ്. നമുക്കതിന് പേയ്മെൻ്റ് ഉണ്ട്. എന്തായാലും ഈ ഫിസിക്സിൻ്റെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇതിനപ്പുറം ഒരു ചോദ്യം വരത്തില്ല. A+ മേടിക്കാൻ താല്പര്യമുള്ള A+ന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും SLC 2021 ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ.